സോ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവരൊരു ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തു, അത് 2-3 ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി പ്രസൻറ്റ് ചെയ്തു, പക്ഷേ അവർക്ക് ആരെയും ഇതുവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് എന്തായിരിക്കും ഒരു കാരണം? അതിൻ്റെ ഒരു മേജറായിട്ടുള്ള റീസൺ എനിക്ക് തോന്നാറുണ്ട്, എല്ലാ ഓൺടർപ്രണേഴ്സും അത്യാവശ്യം നല്ല സെയിൽസ്മാൻമാരാണ് എല്ലാവരും ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഈ ഓൺടർപ്രണേഴ്സ് എല്ലാവരും സെയിൽസ്മാൻമാരാകുമ്പോൾ അവർ എക്സ്ട്രീംലി എഫിഷ്യൻ്റായിട്ട് തന്നെ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റും അവരുടെ സർവീസും അവർക്ക് സെല് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അവർക്ക് എപ്പോഴും ഈ അവരുടെ കമ്പനിയുടെ ഷെയർ വിൽക്കാൻ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അത് ഞങ്ങൾ കോമൺ ആയിട്ട് കണ്ട കൺസേൺ ആണ്. മിക്ക ആൾക്കാർക്കും അവരുടെ കമ്പനിയുടെ അവരുടെ ഷെയർ ഒരു ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത്, കാരണം നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ എന്താണ് ഒരു ഇൻവെസ്റ്റർ കാണുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതൊക്കെ എന്താണ്, പ്രോസ്പെക്ട്സും റിവാർഡ്സും ഓപ്പർച്യൂണിറ്റീസും അല്ലേ. നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്നാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാം. ഇൻവെസ്റ്റർ കാണുന്നത് ഇത് റിസ്ക് ആയിട്ടാണ്, അദ്ദേഹം ഇത് കാണുന്നത് റിസ്ക് ആണ്, എൻ്റെ കാശ് പോവും, ഐ എം നോട്ട് ട്രസ്റ്റിങ് യു, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഈ കാര്യം നടക്കത്തില്ല, അതൊക്കെയാണ് അയാളുടെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇൻവെസ്റ്ററിൻ്റെ മൈൻഡ് സെറ്റിൽ കൂടി ഇത് കാണാനും ഇത് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി ഈ കമ്പനിയുടെ എന്തൊക്കെ റിസ്കുകൾ നമ്മൾ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള, അവിടെയാണ് നമ്മുടെ ഈ കൺട്രോള്, പ്രോസസ്സ്, സിസ്റ്റം, എംപ്ലോയി, അങ്ങനെ പല കാര്യങ്ങളും വരും. അങ്ങനെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും വന്നാൽ മാത്രമേ ഒരു ഇൻവെസ്റ്റർക്ക് അത് കോൺഫിഡൻസോട് ബിലീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് കൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ഇത് കൺവിൻസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. Fintaxman, the mentor your business needs.